സംവിധായകനും ഫിഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസ്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ബി ഉണ്ണികൃഷ്ണനാണ് ഒന്നാം പ്രതി. നിർമ്മാതാവ് ആൻഡോ ജോസഫ് രണ്ടാം പ്രതിയാണ്. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഏത് രീതിയിലാണ് ഇപ്പോൾ സാന്ദ്ര തോമസ് പരാതി നൽകിയിരിക്കുന്നത്? പോലീസ് ഏത് രീതിയിലാണ് കേസെടുത്തിരിക്കുന്നത്? സാന്ദ്ര തോമസിനെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല, സിനിമയിൽ പല അവസരങ്ങളും സാന്ദ്ര തോമസിനെ നിഷേധിക്കുന്നു എന്നെല്ലാമാണ് സാന്ദ്ര തോമസിൻ്റെ പരാതി ഉണ്ടായിരുന്നത്. മുൻപ് സാന്ദ്ര തോമസ് ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് നടപടി സ്വീകരിച്ചില്ല. ഇതോടുകൂടി സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് ബി ഉണ്ണികൃഷ്ണനും ഒപ്പം തന്നെ ആൻഡോ ജോസഫിനുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ബി ഉണ്ണികൃഷ്ണൻ കേസിൽ ഒന്നാം പ്രതിയാണ്, ആൻഡോ ജോസഫ് രണ്ടാം പ്രതിയാണ്. സാന്ദ്ര തോമസിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി, ഒപ്പം തന്നെ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, അവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്നെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസ് എറണാകുളം സെൻട്രൽ പോലീസ് ഒരാഴ്ച മുൻപാണ് എടുത്തത്. സാന്ദ്ര തോമസ് മുൻപ് തന്നെ പരാതി നൽകിയിരുന്നു. പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കൾക്കെതിരെയും കേസുണ്ട്. തുടർന്നാണ് തനിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു, ഫിഫ്ക ജനറൽ സെക്രട്ടറി അടക്കമുള്ള ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവരുടെ ഒത്താശയോടുകൂടിയാണ് തനിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് സാന്ദ്ര തോമസിന്റെ പരാതി. ഈ പരാതിയെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സാന്ദ്ര തോമസിന്റെ മൊഴിയും എറണാകുളം സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എറണാകുളം സെൻട്രൽ പോലീസ് വിളിച്ചു വരുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ നിലവിൽ ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിർമ്മാതാവായ സാന്ദ്ര തോമസിന്റെ പരാതിയിലാണ് അവരെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല, സിനിമയിലെ ഒരു സംഘമായി ഗൂഢസംഘമായി ബി ഉണ്ണികൃഷ്ണൻ അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നു എന്നുള്ള എല്ലാമാണ് സാന്ദ്ര തോമസിന്റെ പരാതി. എന്നാൽ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ കഴമ്പില്ല, തനിക്കെതിരെ സാന്ദ്ര തോമസാണ് കള്ളപ്പരാതി കൊടുക്കുന്നത്, ഇതൊരു കള്ളപ്പരാതിയാണ് എന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണനും മുന്നോട്ട് വയ്ക്കുന്ന വാദം. എന്തായാലും ഈ രണ്ടുപേരുടെയും പരാതികൾ ഇപ്പോൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹിൻ, കുറച്ച് നാളുകൾക്ക് മുൻപാണ് സാന്ദ്ര തോമസ് ഇത്തരത്തിലൊരു പരാതി ഉന്നയിക്കുന്നത്. അന്നെന്നാൽ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി എടുത്തില്ല എന്നാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഇത്തരത്തിലുള്ളൊരു പരാതി സാന്ദ്ര തോമസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അന്ന് പോലീസ് കൃത്യമായ ഒരു നടപടി എടുത്തില്ല എന്നുള്ളതാണ് സാന്ദ്ര തോമസിൻ്റെ ആരോപണം. ഇതേ തുടർന്നാണ് സാന്ദ്ര തോമസ് കോടതിയെ സമീപിക്കുന്നത്. കോടതിയിൽ നിന്നും സാന്ദ്ര തോമസിന് അനുകൂലമായ ഒരു വിധി ലഭിക്കുകയായിരുന്നു. സാന്ദ്ര തോമസിൻ്റെ പരാതിയിൽ പോലീസിനോട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടു. ഇതേ തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ബി ഉണ്ണികൃഷ്ണനെ ഒന്നാം പ്രതിയും ഒപ്പം തന്നെ ആൻഡോ ജോസഫിനെ രണ്ടാം പ്രതിയുമാക്കിക്കൊണ്ട് കേസെടുത്തത്. ഈ കേസെടുക്കുമ്പോൾ സാന്ദ്ര തോമസിൻ്റെ ആരോപണങ്ങൾ ഇങ്ങനെയാണ്: തന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല, പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ചില ഉന്നതർക്കെതിരെ താൻ പരാതി കൊടുത്തതിന് ശേഷം തന്നെ സിനിമ ചെയ്യാൻ അനുവദിക്കുന്നില്ല, സിനിമയിൽ നിന്നും തന്നെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു, മാത്രമല്ല താൻ അടക്കമുള്ള ആളുകളോട് മോശമായുള്ള പെരുമാറ്റം പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്നു, ഗുണ്ടാസംഘങ്ങളെ പോലെ ഇവർ പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് സാന്ദ്ര തോമസിൻ്റെ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതേസമയം ബി ഉണ്ണികൃഷ്ണനും ചില വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സാന്ദ്ര തോമസിൻ്റെ പരാതിയിൽ കഴമ്പില്ല, അത് കള്ളപ്പരാതിയാണ് എന്നുള്ളൊരു ആരോപണമാണ് ബി ഉണ്ണികൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത്. ശരി സഹിൻ, എന്തായാലും സാന്ദ്ര തോമസിന്റെ പരാതിയിൽ ഇപ്പോൾ സംവിധായകനും ഫിഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനെതിരെ കേസെടുത്തിരിക്കുകയാണ്. നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ബി ഉണ്ണികൃഷ്ണനാണ് ഒന്നാം പ്രതി. സഹിൻ, പ്രധാനമായിട്ടും ഇപ്പോൾ സാന്ദ്ര തോമസ് പറയുന്നത് തന്നെ ഒരു മുൻവൈരാഗ്യത്തിൻ്റെ പേരിൽ, അത്തരം എന്തോ വൈരാഗ്യത്തിൻ്റെയൊക്കെ പേരിൽ തന്നെ ഈ ഒരു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും പുറത്താക്കി, അതുപോലെ തന്നെ തനിക്ക് അവസരം നൽകുന്നില്ല എന്നൊക്കെയാണ്. ഇതിൽ എന്താണ് ബി ഉണ്ണികൃഷ്ണൻ്റെയും അതുപോലെ തന്നെ ആൻഡോയുടെയൊക്കെ ഭാഗത്തു നിന്നുള്ളൊരു മറുപടി? അതുതന്നെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സാന്ദ്ര തോമസിൻ്റെ പരാതിയുടെ ഉള്ളടക്കം തന്നെ ഇങ്ങനെയാണ്: നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കെതിരെ താൻ പരാതി നൽകിയിരുന്നു, ഈ പരാതിയുടെ എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരുന്നത്, മാത്രമല്ല തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ ഇവർ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് സാന്ദ്ര തോമസിൻ്റെ പരാതി. കൂടാതെ സിനിമ ചെയ്യാൻ തന്നെ അനുവദിക്കുന്നില്ല, തനിക്കുണ്ടാകുന്ന അവസരങ്ങൾ ഇവർ നിഷേധിക്കുന്നു, സിനിമയിൽ നിന്നും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് സാന്ദ്ര തോമസ് പരാതിയായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബി ഉണ്ണികൃഷ്ണനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് കള്ളപ്പരാതിയാണ്, ആ പരാതിയിൽ കഴമ്പില്ല, താൻ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടില്ല, മാത്രമല്ല സാന്ദ്ര തോമസ് പരാതി നൽകിയാൽ ആ പരാതി കൃത്യമായി തന്നെ പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ താൻ തയ്യാറായിരുന്നു എന്നെല്ലാമാണ് ബി ഉണ്ണികൃഷ്ണനും മുന്നോട്ട് വയ്ക്കുന്ന വാദം.
സംവിധായകനും ഫെഫ്ക ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ബി ഉണ്ണികൃഷ്ണൻ 1-ാം പ്രതിയും നിർമ്മാതാവ് ആൻഡോ ജോസഫ് 2-ാം പ്രതിയുമാണ്.